വിപിൻ ദാസ് സംവിധാനം ചെയ്ത കോമഡി ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. മെയ് 16-നായിരുന്നു ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തത്. തിയേറ്ററിലെ വൻ വിജയത്തിന് ശേഷം ജൂൺ 27-ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT-യിലും എത്തി. OTT-യിലൂടെ കടുത്ത വിമർശനങ്ങൾ ചിത്രം നേരിടുന്നുണ്ട്. ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ വിപിൻ ദാസ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. പൃഥ്വിരാജ് പൊതുവെ അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ആകെ ഓർമ്മ വന്നത് ആ കുഴിയെടുക്കുന്ന സീനിനെ കുറിച്ചായിരുന്നു. ഈ സീൻ എടുക്കുമ്പോൾ അതിന് മുന്നേ ഉള്ള സീൻ ഏതാണെന്ന് രാജു ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലെന്ന്. അപ്പോൾ അത് കഴിഞ്ഞുള്ള സീനിനെ പറ്റി ചോദിച്ചപ്പോൾ അതും അറിയില്ലെന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് ആ സീൻ ഏതാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ രാജു പറഞ്ഞു, എൻ്റെ അഭിനയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സീനിൻ്റെ മുൻപുള്ള സീനും ശേഷമുള്ള സീനും ഏതാണെന്ന് സംവിധായകൻ അറിയില്ലെന്ന് പറയുന്നത്. പൃഥ്വിരാജിനും ഞങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു, വിപിൻ ദാസ് പറഞ്ഞു. പൃഥ്വിരാജും ജഗദീഷും ഏറ്റവും ടെൻഷൻ അടിച്ച സീനായിരുന്നു ജോമോൻ പക്ഷിശാസ്ത്രക്കാരനായി എത്തുന്ന സീൻ. ഈ വേഷം ആരാണ് ചെയ്യുന്നതെന്ന് അവർ രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. ജോമോനാണ് ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ രാജുവും ജഗദീഷ് ഏട്ടനും ഒരുപോലെ സംശയിച്ചു. എന്നാൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിനുള്ള ബ്രേക്കിൽ അയാൾ കൊള്ളാമല്ലോ എന്നും രാജു പറഞ്ഞു. സിനിമയുടെ റിലീസിന് മുന്നേ വീണ്ടും വീണ്ടും ചോദിച്ചത് ആ സീൻ വർക്കാകുമോ എന്നായിരുന്നു. പക്ഷേ സിനിമ റിലീസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി ലഭിച്ച സീനിൽ ഒന്നായിരുന്നു അത്. സിനിമയ്ക്കിപ്പോൾ പലതരം വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. അത്തരം വിമർശനങ്ങൾക്കെതിരെ വിപിൻ പറഞ്ഞതിങ്ങനെ: ഉച്ചഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന സിനിമ കണ്ടോളൂ. രാത്രി ഒറ്റയ്ക്ക് ത്രില്ലർ സിനിമ കാണുന്നത് പോലെ കണ്ടാൽ ഇഷ്ടപ്പെടില്ല. സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് ഏറ്റവും ആവേശമുണ്ടായ സീൻ അരവിന്ദൻ്റെ സീനായിരുന്നു. അരവിന്ദ് ലൊക്കേഷനിൽ വന്നപ്പോൾ ആളുകൾ ആർപ്പ് വിളിച്ച് കൈയടിച്ചു. ശരിക്കും നന്ദനത്തിൻ്റെ ഒരു വൈബായിരുന്നു അപ്പോൾ. ഷൂട്ട് കഴിഞ്ഞപ്പോൾ അരവിന്ദ് അവസാനം കരഞ്ഞു. ഒരുപക്ഷെ ആ ഗുരുവായൂർ അമ്പലം കണ്ടപ്പോൾ പഴയ ഓർമ്മ വന്നു കാണും. വിപിൻ ദാസിൻ്റെ നേരത്തെ റിലീസ് ചെയ്ത ജയ 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 ഹേ എന്ന ചിത്രത്തെ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു പലരും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തെ സമീപിച്ചത്. അത്തരം ആളുകൾക്ക് തീർച്ചയായും ഈ സിനിമ ആസ്വദിക്കാൻ സാധിക്കില്ല.